ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരതീസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നേ ഒരു നല്ല 2 വരാലിനെ കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാലായിക്ക് പോയിരിക്കുവാന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ നാത്തൂൻ്റെ മകൻ 2 വരാലിനെയും കൊണ്ടുവന്ന് അതിനെ വെട്ടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ഞാനിതുവരെ വരാലിനെ വെട്ടിയിട്ടൊന്നുമില്ല, എന്നാലും വരാലിനെ വെട്ടാന്ന് ഓർത്ത് അങ്ങോട്ടൊരു പിടുത്തം പിടിച്ചു. വരാലിൻ്റെ കിടപ്പുണ്ടല്ലോ, അവന് എടുക്കുകയോ അവന് ഒറ്റ ചാട്ടമായിരുന്നു. അന്നേരം മനസ്സിലായ അവന് ജീവനുണ്ടെന്ന്. പിന്നെ ഒരു തുണി കൂട്ടി അവനെ അങ്ങോട്ടൊരു പിടിച്ചപ്പോൾ ചെറുക്കൻ വന്നൊന്ന് പിടിച്ച് അവൻ്റെ കൈക്കിട്ടൊരു കടിയും കൊടുത്തവൻ. എന്നിട്ട് അവനെ താഴോട്ടിട്ട് 2 വെട്ട് അവൻ്റെ തലക്കിട്ട് കൊടുത്തപ്പം തന്നെ അവൻ ചത്ത് കിട്ടി. എന്നിട്ട് പിന്നെ ഇവനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോർത്തുള്ള പരിപാടിയിലായിരുന്നു. അവൻ നേരെ വെച്ചു. അവൻ പിടയ്ക്കുന്ന കണ്ടോ, അവൻ്റെ തലക്കിട്ട് 2 വെട്ട് കൊടുത്തതേ ഉള്ളൂ. അതോടുകൂടി അവൻ ക്ലോസ്. പിന്നെ ഞങ്ങളൊരു തുണിയിലോട്ട് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് തുണി കൂട്ടി അവനെ പിടിച്ച് അവൻ്റെ തല അങ്ങോട്ട് വെട്ടി താഴോട്ടിട്ടു. ഈ വരാലിനെ വെട്ടുന്നത് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരാലിനെ വെട്ടുന്നത്. വരാലിൻ്റെ തല കളയരുതെന്നാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന രീതി ഞാൻ അവനെ അങ്ങോട്ട് വെട്ടി. തല അങ്ങോട്ട് പകുതി അങ്ങ് കണ്ടിച്ച്. തലയിലാണ് ഗുണം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ മേല. എങ്കിലും എനിക്ക് വെട്ടാൻ എളുപ്പത്തിന് തലയുടെ അങ്ങ് പകുതി അങ്ങ് കളഞ്ഞിട്ട് 2 സൈഡും അങ്ങോട്ട് ചേർത്തിട്ട് ഒരൊറ്റ വലിക്ക് പോകുന്നൊന്നുമില്ല. അവനെ ഞാൻ കുറച്ചങ്ങ് കഷായിച്ച് ഞാനങ്ങ് തുണി കൂട്ടിയിട്ട് പതുക്കെ അങ്ങ് വലിച്ച് ഇവനെ ഇങ്ങോട്ടൊന്ന് വലിച്ചെടുക്കണ്ടേ. ആദ്യം ഓർത്ത് കല്ലേ വെച്ച് ഉരച്ചാലോ എന്ന്. പക്ഷെ കല്ല് വെച്ച് ഉരച്ചാൽ അവരങ്ങോട്ട് അത്രയും ക്ലിയർ ആകത്തില്ല. വരാലിനൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി കട്ടിയുണ്ടല്ലോ. ഞാൻ പതുക്കെ ഒരു വിധത്തിൽ അവൻ്റെ തല അങ്ങ് കണ്ടിച്ച് താഴെ ഇട്ടിട്ട് 2 സൈഡും അങ്ങോട്ട് ചെത്തി കൊടുത്തിട്ട് പതുക്കെ വലി തുടങ്ങി. ഇവനൊന്നും ഇങ്ങോട്ട് വരണ്ടേ. ഈ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. ഒന്നാമത് ഈ ആറ്റുമീനൊരു പ്രശ്നമുണ്ട്. ആറ്റുമീൻ വലിച്ചാൽ ഇങ്ങോട്ട് കയ്യിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുണി കൂട്ടിയിട്ട് വലിക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങ് പോരും. അങ്ങനെ ഞാൻ തുണി കൂട്ടി ഇട്ട് അവൻ്റെ 2 സൈഡും തൊലിയും ചെത്തിക്കളഞ്ഞ് വാലും കണ്ടിച്ച് അവനെ ഒന്ന് ഫ്രഷാക്കി ഇങ്ങോട്ടൊന്ന് എടുത്ത്. കണ്ട, ലാസ്റ്റ് ഫൈനൽ ചാൻസ് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ വരാൽ. കുറച്ച് ഭാഗമൊക്കെ പോയി. പിന്നെ അടുത്ത വരാലിനെ എടുത്ത് വീണ്ടും ഒരെണ്ണത്തിനെ വെട്ടിവെച്ച് അടുത്തതിനെ എടുത്ത് അതുപോലെ തന്നെ തലയൊക്കെ കണ്ടിച്ച് 2 സൈഡും ഒക്കെ ഉരച്ച് അവനെ ഒരു കുസ്തി പിടുത്തത്തിൽ കൂടെ തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കുമായിരുന്നു. തല കണ്ടിക്കാൻ ഇച്ചിരി കട്ടി അവൻ്റെ തലയ്ക്ക് കേട്ടോ. 2നെയും കണ്ടിച്ച് നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്ന്. ഇനി ഇവനെ സാധാരണ ചെയ്യുന്ന ഒരൊറ്റയായിട്ടാണ് വറക്കേണ്ടത്. ഒറ്റയ്ക്ക് അങ്ങോട്ട് നിർത്തിയിട്ട് കുറേ വരയിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വറക്കണം. പക്ഷേ നമുക്ക് ആകെ 2 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഓർത്ത് ഒറ്റയ്ക്ക് വറക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കത് മുറിച്ചിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായിട്ട്. ഇതിനകത്തെ കുറേ ചോരമയമൊക്കെ ഉണ്ട്. അത് കുറേ സമയം കഴുകണം. നന്നായിട്ട് കഴുകി അതിനകത്തുനിന്ന് ഇങ്ങനെ ഉരച്ച് കളയണം. എന്നാലേ അത് പോകത്തുള്ളൂ. അതിലൊരു കയ്പ്പ് ചുവ വരും. ഇതിനകത്തിരിക്കുന്ന ബ്ലഡിൻ്റെ അംശം മുഴുവൻ നന്നായിട്ട് ഉരച്ച് കുറേ നേരം കൊണ്ട് അവനെ അങ്ങോട്ട് വെളുപ്പിക്കാൻ തുടങ്ങി. വെളുപ്പിക്കണ്ടേ, ഇവനൊന്ന് വെളുത്ത് നല്ല സുന്ദരനായിട്ടൊന്ന് വന്നാലല്ലേ ഉള്ളൂ. വെളുപ്പിച്ചിട്ട് 2 കുഞ്ഞു കഷ്ണങ്ങൾ. ആദ്യം ഞാൻ ഓർത്തു അവനെ ഒറ്റയടിക്കങ്ങ് വറുത്താലോ എന്ന്. പിന്നെ ഓർത്ത് വേണ്ട, കുഞ്ഞു കഷ്ണമാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞു കഷ്ണമാക്കുന്ന സീനാണിത്. ഇവനെ മുറിച്ച് നമ്മൾ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇനി അടുത്ത വരുന്നത് അവനെ മുറിച്ചെടുത്ത ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, ഉപ്പ് ഇവരെല്ലാവരെയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അവനെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ടൊന്ന് വെക്കണം. 5-10 മിനിറ്റ് ഇവൻ റെസ്റ്റ് ചെയ്യാനിരിക്കണം. ഇവൻ റെസ്റ്റ് ചെയ്യാനിരുന്ന ശേഷം മാത്രം ഇവനെ എടുത്ത് അങ്ങോട്ട് വറക്കാവുള്ളൂ. ചാടിക്കയറി വറക്കരുത്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇവൻ്റെ ദേശയിലോട്ടെല്ലാം അങ്ങോട്ട് മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആ കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി അങ്ങോട്ട് പിടിച്ച് ഇവനങ്ങോട്ട് മിടുക്കനാകും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ്.